നമ്മളിന്ന് ദോശയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല തക്കാളി ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വറ്റൽമുളകും 2 വലിയ വെളുത്തുള്ളിയും പിന്നെ കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മളൊരു പകുതി സവാളയാണ് എടുത്തിരിക്കുന്നത്. ഒരു വലിയ സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട്. അത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അതൊന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അത് കഴിയുമ്പോഴേക്കും നമുക്ക് വേണ്ടത് തക്കാളിയാണ്. തക്കാളി നമ്മളൊരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു വലുത് എടുത്തിട്ടുണ്ട്. കാരണം തക്കാളി ചമ്മന്തിയാണല്ലോ. ഇനി നമ്മൾ തക്കാളി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ടൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് കഴിയുമ്പോഴേക്കും നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. കാരണം നമ്മളതിന് മുമ്പ് കുറച്ച് വറ്റൽ മുളക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേനും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കുക. എന്നിട്ട് അത് നല്ലോണം വെന്ത് കഴിയുമ്പോഴേക്കും നമ്മൾ ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കുക. തണുക്കാൻ വെച്ചിട്ട് ഈ ഒരു സംഭവം നമ്മൾ മിക്സിയിൽ അടിച്ച് പേസ്റ്റാക്കി എടുക്കുക. എന്നിട്ട് ഒരു ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് പിന്നെ കുറച്ച് ഉഴുന്നും കൂടി പൊട്ടിക്കുന്നുണ്ട് ഞാൻ. ഉഴുന്നും കൂടി പൊട്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് വേപ്പിലയിട്ട് ഈ അരച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു പേസ്റ്റ് ഇട്ട് കൊടുക്കുക തക്കാളിയുടെ. പിന്നെ നമ്മൾ കായപ്പൊടിയാണ് ഇടുന്നത്. കായപ്പൊടി ഇട്ട് കൊടുക്കുക കുറച്ചൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ തക്കാളി ചമ്മന്തി റെഡിയായി. നമുക്ക് നമ്മുടെ ദോശയുടെയൊക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഒരു വട്ടം ഇത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പിന്നെയും പിന്നെ ഉണ്ടാക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.